ജാഗ്രതയുടെ മേഖലയിൽ നമ്മൾ ഏറെ പുറകിലാണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് ഇതേക്കുറിച്ച് പറയാനായിട്ടുള്ളത്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളർച്ചയും നാളെയുടെ പ്രതീക്ഷകൾ എന്ന നിലയിൽ അവരുടെ പുരോഗതിയും ഒക്കെ നമ്മൾ ഏറ്റവും വളരെ ഗൗരവമായിട്ട് തന്നെ കാണേണ്ട ഒന്നാണ്. പക്ഷേ സാധാരണ വിദ്യാഭ്യാസത്തിനൊപ്പം ഇത്തരത്തിലുള്ള അപകടങ്ങളെ കുറിച്ച് നമ്മുടെ ക്ലാസ് റൂമുകളിൽ പോലും ഡിസ്കസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ നിലവിലുണ്ടല്ലോ. കാരണം ക്ലാസ് റൂം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ പരിശീലനം നടക്കേണ്ടതെന്ന് ഏറ്റവും പ്രധാനമായ രീതിയിൽ കുടുംബത്തിൽ നിന്നാണ്. രണ്ടാമത്തെ അവരുടെ ക്ലാസ് മുറികളാണ്. മൂന്നാമത്തേത് അവരുടെ മതപഠന കേന്ദ്രങ്ങളാണ്. നാലാമത്തേതാണ് പിയർ ഗ്രൂപ്പിൽ നിന്ന് സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് വരും. മറ്റു ചില കാര്യങ്ങൾ പിയർ ഗ്രൂപ്പിന് കൂടുതൽ പ്രാധാന്യമുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് ഒരു നാലാമത് സ്ഥാനമൊക്കെ പിയർ ഗ്രൂപ്പിനുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് ഈ മേഖലകളിലൊന്നും ഇത്തരം അപകടങ്ങളെ കുറിച്ച് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഒരു ഗൗരവമായിട്ട് തന്നെ കാണേണ്ട കാര്യമുണ്ട്. നമ്മുടെയൊക്കെ ഈ ക്ലാസ്സുകളിൽ, നമ്മുടെയൊക്കെ ക്ലാസ് റൂമുകളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ക്ലാസ് റൂമുകൾ, ഏത് മതം നടത്തുന്ന സ്ഥാപനമായാലും അവിടെ അത്തരം ക്ലാസ്സുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അത് വർഗീയതയായി, അതുപോലെ ഒരു മതത്തെ ഫോക്കസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. പിന്നീട് മറ്റു ലക്ഷ്യങ്ങളുള്ളതുപോലെ പറയുന്നത് പല പല പ്രശ്നങ്ങളായി. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ രാജ്യ നന്മയെ പ്രതിയാണെങ്കിൽ പോലും ക്ലാസ്സുകളിൽ പോലും ഡിസ്കസ് ചെയ്യാനായിട്ട് കഴിയാത്ത ഒരു സാമൂഹിക അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയായ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത്തരം അപകടങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു അറിവ് കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ഇത്തരം ആരോപണങ്ങൾ ഇപ്പൊ ഒരു തിരുവനന്തപുരത്തെ സംഭവം മാത്രമല്ല, മറ്റ് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നതായിട്ടും അധികം പേരും വീണു പോകുന്നതായിട്ടൊക്കെ നമുക്കറിയാമല്ലോ. പല തരത്തിലുള്ള പേരുകളിലൂടെ നമ്മൾ അതിനെ വിളിച്ച് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഈ അപകടങ്ങളെ കുറിച്ച് ഒരു തിരിച്ചറിവ് കൊടുക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വിദ്യാർത്ഥികളുടെ പരിശീലനത്തിലും പറ്റുന്നില്ല, മാധ്യമങ്ങളിലൂടെയും പറ്റാത്തൊരു അവസ്ഥയുണ്ട്. അപ്പൊ രോഗാതുരമായ ഒരു സമൂഹത്തിലേക്ക് നമ്മുടെ കേരള സമൂഹം നടന്നെടുക്കുന്നില്ലേ എന്ന് വളരെ ഗൗരവമായിട്ട് തന്നെ നമ്മൾ ആശങ്കയോടെ കാണേണ്ട ഒരു കാര്യമായിട്ട് ഇതിനെ തോന്നുന്നു. കുട്ടികളുടെ വളർച്ചയും കുട്ടികളുടെ സംരക്ഷണവും ഒക്കെ വളരെ ഗൗരവമായി കാണുന്ന ഒരു രാജ്യത്ത് ഇത്തരം കാര്യങ്ങൾക്കെതിരെ പറയാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ നമ്മൾ അല്പം ജാഗ്രതയോടുകൂടെ തന്നെ പൊതുസമൂഹം കാണുകയും നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യേണ്ടതുണ്ട്. ഫാദർ, ഇപ്പോൾ തുടർച്ചയായിട്ട് കേരളത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ പൊങ്ങി വരുമ്പോൾ ശരിക്കും സ്ലീപ്പർ സെല്ലുകൾ തലപൊക്കുകയാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. കാരണം പല മേഖലകളിൽ കൈയടക്കി വെച്ചിരിക്കുന്നത്, ഇപ്പോൾ രാഷ്ട്രീയത്തിലായാലും ശരി, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലായാലും ശരി, അങ്ങനെ പല മേഖലയിൽ ഇവരുടെ ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഒരു സ്ലീപ്പർ സെല്ലിന്റെ ഒരു ഉയർച്ചയായിട്ട് അല്ലെങ്കിൽ ഒരു തലപൊക്കലായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഇതാണ്. അതായത് തീവ്രവാദത്തിന്റെ മുഖം അടുത്ത കാലത്ത് മാറുന്നത് നമ്മൾ ഷിക്കീന ചർച്ചയിലൂടെ തന്നെ മുമ്പ് നമ്മൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണല്ലോ. അതായത് തീവ്രവാദത്തിന്റെ ഏതെങ്കിലും പ്രത്യേക മേഖലയിൽ ഉണ്ടായിരുന്ന കുറെ ആളുകളുടെ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഇന്ന് വളരെ ഉൾപ്രദേശങ്ങളിലേക്ക് തീവ്രവാദത്തിന്റെ തലങ്ങള് വ്യാപിക്കുകയും അത്തരം മേഖലകളിലൊക്കെ ഈ സ്ലീപ്പർ സെൽ, അതായത് ഉറങ്ങിക്കിടക്കുന്ന സംവിധാനങ്ങൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ വരികയും അത് നമ്മുടെ വിദ്യാർത്ഥികളിലേക്കും അതുപോലെ തന്നെ യുവജനങ്ങളിലേക്കും സ്ത്രീകളിലേക്കും ഒക്കെ വ്യാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പം സാധാരണഗതിയിൽ കുട്ടികളിലേക്കും സ്ത്രീകളിലേക്കും എത്തപ്പെടാറില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നേരത്തെ. അപ്പൊ അതൊക്കെ മാറി. ഇപ്പോ ഈ മതപരിശീലനമോ മതവിശ്വാസമോ ഒന്നും ഒരിക്കലും തെറ്റില്ല. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇത് ഇങ്ങനെയുള്ള ചില മേഖലകളിൽ പോയി പ്രവർത്തിക്കുക, അവിടെ പോയി ചാവേറാവുക, അവിടെ പോയി മരിക്കുക, അതിനൊക്കെ ഒരു പുണ്യത്തിന്റെ മുഖം കൊടുത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് വേറൊരു ദിശയിലേക്ക് മാറുകയാണ്. അപ്പൊ അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ വരികയും കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത ഉണ്ടാവുകയും നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ പോലും ഇതിന്റെയൊക്കെ തീവ്രവാദത്തിന്റെ അപകടത്തെ കുറിച്ച്, രാജ്യസ്നേഹത്തെ കുറിച്ചൊക്കെ കൂടുതൽ പഠിപ്പിക്കുകയും അത്തരം പരിശീലനങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ ഇപ്പോ ഉണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല കൂടുതൽ മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രത്യേകമായിട്ട് പറയാനായിട്ട് തോന്നുക. വിദ്യാഭ്യാസ മേഖല കുറച്ചുകൂടി പ്രായോഗികമായ രീതിയിൽ നല്ല പൗരന്മാരെ പരിശീലിപ്പിക്കുന്നതിലേക്ക് വളരേണ്ടതുണ്ട്. അതാണ് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം. ഫാദർ, മറ്റൊരു കാര്യം നമുക്കറിയാം, സ്കൂളുകളിൽ പല ഇടങ്ങളിലും ഈ സാംസ്കാരിക സമ്മേളനങ്ങൾ നടക്കുന്ന ഇടങ്ങളിലാണെങ്കിലും ഈ ഗാസ അല്ലെങ്കിൽ പലസ്തീൻ അങ്ങനെയുള്ള കാര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ അവർ ചെയ്ത കാര്യങ്ങളെ ഒരിക്കലും ആക്ഷേപിക്കാൻ ഒരു മനുഷ്യരും തയ്യാറാകുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ
വളർന്നു വരുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം, അല്ലെങ്കിൽ കേരളത്തിൽ ഇതുപോലെ റാഡിക്കലൈസ് ചെയ്ത ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ടല്ലോ, എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സംഘടനകളിൽ പോയി എന്ത് ചെയ്താലും കുഴപ്പമില്ല, അതെല്ലാം നല്ലതാണ് എന്ന് കൊടുക്കുന്ന ഒരു സന്ദേശം. അപ്പോൾ തീർച്ചയായിട്ടും ഐസിസിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചതിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പോലും ഇതിനെ ഒരു ന്യായീകരിക്കുന്ന ഒരു തലം നമ്മുടെ ഈ സാംസ്കാരിക കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ നമ്മളുടെ ഈ സാംസ്കാരിക പരിപാടികൾക്കൊക്കെ ഇസ്ലാം തീവ്രവാദ സ്ഥാനങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഇടങ്ങളിലുള്ള ആ സ്ഥലങ്ങളുടെ പേര്, അവിടുത്തെ കുട്ടികളുടെ പേരൊക്കെ കൊടുത്ത് എന്താ പറയുക, ഒരു പ്രോ ഇസ്ലാമിക് ചിന്ത അത് നല്ലതാണെന്നും നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്നും നമ്മുടെ ചിന്താധാരയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ക്രമീകരണമായിട്ട് മാറുന്നുണ്ട്. കോളേജ് മാഗസിൻസിന്റെ തന്നെ പേരുകൾ നോക്കുക, പലപ്പോഴും ഇത്തരം സ്ഥലങ്ങളുടെ പേരുകൾ പറയും. ഉദാഹരണം ഗാസ തന്നെ എടുക്കാം. ഗസ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ ഈ അറ്റാക്കിന്റെ അല്ലെങ്കിൽ ഇസ്രായേൽ അറ്റാക്കിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം. യാതൊരു പ്രകോപനവും ഇല്ലാതെ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിന്മേൽ നടത്തിയ ഒരു അധിനിവേശത്തിന്റെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ അക്രമത്തിന്റെ ഫലമായിട്ടാണ് പിന്നീടുണ്ടായ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത്. യുദ്ധമാകുമ്പോൾ അതിൻ്റെതായ പരാജയങ്ങളും അതിൻ്റെതായ വേദനകളൊക്കെ എല്ലാ ഇടങ്ങളിലും ഉണ്ട്. അപ്പോ ഈ ചില മേഖലകളെ മാത്രം എടുത്ത് ഫോക്കസ് ചെയ്ത് അതിനെ മഹത്വവൽക്കരിച്ച് അവിടെ മരിക്കുകയും അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്തോ വലിയ മഹത്വമാണെന്നും സാമൂഹിക നവോത്ഥാനമാണെന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുമ്പോൾ അത് ഒട്ടും ഒരു ആശാവഹമല്ല. അത് തെറ്റായ ഒരു മനസാക്ഷി രൂപീകരണത്തിന്റെയും അത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക മേഖലയും മാധ്യമങ്ങളും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുക. അങ്ങനെ വരുമ്പോ ഇത്തരം കാര്യങ്ങളെ ന്യായീകരിക്കേണ്ടതായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് കൂടുതൽ അപകടങ്ങളിലേക്ക് നയിക്കപ്പെടുന്നു, കൂടുതൽ അപകടങ്ങൾ കാരണമാകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്, തിരിച്ചറിയേണ്ട കാര്യമാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനായിട്ടുള്ളത്.